കലാപൂരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാടു, കർണാടക. അക്വില ഫിനാൻസ് ലിമിറ്റഡ്, ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ, ചൊവ്വൂർ. കേരള പെയിന്റ്സ്, കളേഴ്സ് ഓഫ് കെയർ. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, തൃശൂർ. ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ. ഡോക്ടർ സ്മിതാസ് MIHMS സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതി, പാട്രായിക്കൽ, തൃശൂർ. കഴിഞ്ഞ തവണ സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി സ്വർണ്ണ കപ്പ് തൃശ്ശൂർക്ക് കൊണ്ടുവന്ന ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തവണയും 50ഓളം കുട്ടികളാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്കൂളിലത്തെ വിശേഷങ്ങൾ, അവർ കലോത്സവത്തിനായിട്ട് തയ്യാറെടുക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം, അവരുടെ വിശേഷങ്ങൾ കേൾക്കാം. കലോത്സവ വേദികൾ വളരെ കുറച്ചു കാലമായിട്ട് നമുക്ക് പരിചിതമായ ഒരു ഐറ്റമാണ് മലയപ്പുലയാട്ടം. അപ്പോൾ സ്റ്റേറ്റ് ലെവൽ മലയപ്പുലയാട്ടം മത്സരത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തെ റെപ്രസെന്റ് ചെയ്ത് മത്സരിക്കുന്ന ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കരാണ് നമ്മുടെ കൂടെയുള്ളത്. എങ്ങനെയുണ്ട് കലോത്സവത്തിനായിട്ട് തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞോ? നടന്നുകൊണ്ടിരിക്കുന്ന തയ്യാറെടുപ്പുകൾ. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എപ്പോഴും? പ്രാക്ടീസ് ചെയ്യുന്നു. നല്ല കോൺഫിഡൻസോട് കൂടിയിട്ടാണോ നമ്മൾ മത്സരത്തിക്കാനായിട്ട് പോകുന്നത്? കുറച്ച് ദിവസമുള്ളല്ലോ, ടെൻഷൻ ഉണ്ടോ? കുറച്ച് എന്നാലില്ല, കുറച്ചുണ്ടെങ്കിലും ഇല്ല അല്ലേ? അതെ. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം കലോത്സവത്തിന് നമുക്ക് സമ്മാനം മേടിക്കണം. നമ്മുടെ തൃശ്ശൂരിൽ ഇരിക്കുന്ന സ്വർണ്ണക്കപ്പ് നമുക്ക് തന്നെ കയ്യിൽ വെക്കണം അല്ലേ? ആർക്കും കൊടുക്കരുത്. വാശിയുണ്ടോ? നല്ല വാശിയോട് കൂടിയിട്ടുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. മത്സരമല്ല, പ്രാക്ടീസ് അല്ലേ? അതെ. എല്ലാവരും നമ്മള് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ലെവൽ കലോത്സവത്തിന് പങ്കെടുക്കാൻ പോകുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്? എല്ലാവരും കൂടെ ഇങ്ങനെ നമ്മള് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല വാശിയോട് കൂടി മത്സരിക്കാനുള്ള ഒരു പ്രാക്ടീസ് ഒക്കെ നടക്കുന്നില്ലേ? ഉഷാറല്ലേ? അപ്പോ എങ്ങനെയുണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന മാഷ് ആരാ? എങ്ങനെയാ പഠിക്കുന്നത് എങ്ങനെയാ? വാദ്യങ്ങളുണ്ട്, ഇങ്ങനെ കൊട്ടുന്നതിനനുസരിച്ച് അവര് ഡാൻസ് ചെയ്യും. പിന്നെ ഇത് ആരാ പഠിപ്പിച്ചു തരണേ? സൗന്ദര്യ യദു ചേട്ടന്മാര് അവരോട് ഉണ്ടല്ലേ, നമുക്ക് പരിചയപ്പെടാം. അപ്പൊ എങ്ങനെയുണ്ട്, ഉഷാറല്ലേ? അതെ അതെ, നല്ല ഉഷാറായിട്ട് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് അവരിങ്ങനെ മത്സരത്തിനായിട്ട് റെഡി ആയിരിക്കുകയാണ്. കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന മാഷുമാർ ഇവിടെ ഉണ്ട്, നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം. രണ്ടുപേരുണ്ട്, ഇവർ രണ്ടുപേര് ചേർന്നിട്ടാണ് മലയപ്പുലയാട്ടം ബ്രദേഴ്സ് ആണ്. ഈ ബ്രദേഴ്സ് ആണ് ഇവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പേര്? സൗന്ദർകൃഷ്ണ, യദുകൃഷ്ണ. നിങ്ങള് ഇതിപ്പോ കലോത്സവത്തിൽ കഴിഞ്ഞ 2 വർഷമാണല്ലോ ഈ മലയപ്പുലയാട്ടം? കഴിഞ്ഞ വർഷം, ഇത് 2ാം വർഷം. കഴിഞ്ഞ വർഷം നമ്മുടെ കുട്ടികളുണ്ടായിരുന്നു. ഈ വർഷം നമ്മുടെ ഒരു 8ഓളം ടീമുകൾ മത്സരിക്കുന്നുണ്ട്. വിവിധ ജില്ലകളിലായിട്ട് 8ഓളം ടീമുകളുണ്ട്. അതായത് ഈ സ്റ്റേറ്റ് കലോത്സവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു 8 ടീം വരുന്നുണ്ട്. അമ്പമ്പോ, അപ്പൊ കടുത്ത മത്സരമാണല്ലോ നിങ്ങൾക്ക് തന്നെ. അത് ഭയങ്കര അതെ, തീർച്ചയായിട്ടും. മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജില്ലാ കോമ്പറ്റീഷൻ ആയിരുന്നു. നല്ല മത്സരം. നമ്മുടെ 13ഓളം അല്ലെങ്കിൽ ഒരു 12ഓളം ജില്ലയിൽ നമ്മുടെ പിള്ളേർ മത്സരിച്ചു. അതിലൊരു 4 ജില്ല നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ബാക്കിയെല്ലാം നമുക്ക് കിട്ടി. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വാശിയേറിയ മത്സരമാണ്. നമുക്ക് 2 വർഷം ആവുന്നുള്ളൂ മലയപ്പുലയാട്ടം നമ്മൾ കലോത്സവത്തിൽ വന്നിട്ട്. എങ്കിലും ആദ്യ വർഷം മുതലേ ഒരുപാട് പേര് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, കടുത്ത മത്സരം കാണുന്നുണ്ട് അല്ലേ പക്ഷെ? അതെ അതെ. എങ്ങനെയുണ്ട് ഈ ഒരു കുട്ടികള് പഠിച്ചെടുത്തിട്ടുണ്ട്, അപ്പൊ അവര് മത്സരിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ ലാസ്റ്റ് ദിവസങ്ങളല്ലേ, അപ്പൊ കലോത്സവം അടുത്തുകൊണ്ടിരിക്കുമ്പോ കുട്ടികളുടെ പെർഫോമൻസ്, പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായി കളിക്കുന്നുണ്ട്, നല്ല അടിപൊളിയാ. നമ്മൾ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഇപ്രാവശ്യത്തിന്. നമ്മള് ഓരോരുത്തർക്കും ഇങ്ങനെ വ്യത്യസ്തമാർന്ന എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണ്ടല്ലേ ഓരോ പ്രാവശ്യം? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയപ്പുലയാട്ടം എന്നുള്ള ആർട്ട് ഫോം ഇടുക്കി ജില്ലയിലെ മറയൂർ കാടുകളിലെ ആർട്ട് ഫോമാണ്. അപ്പം നമ്മളെ കൊണ്ടാവുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടാണ് എല്ലാ പരിശീലകരും ഇതാവുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടില്ലാത്തൊരു കലാരൂപമാണ്. വെറും നമ്മുടെ വാദ്യങ്ങളോട് കൂടിയിട്ടുള്ള കലാരൂപമാണ് മലയപ്പുലയാട്ടം. പിന്നെ അതിലുപരി ഇത് തുടക്കം തന്നെ ചടുലമായ താളാണ്. റെസ്റ്റ് ഇല്ലാതെ പിള്ളേരെ ചാടിപ്പിക്കണം ഈ ഒരു ആർട്ട് ഫോം. ഞങ്ങൾ ജൂലൈ അല്ലെങ്കിൽ ജൂൺ ജൂലൈ തുടങ്ങിയ പ്രാക്ടീസാണ്. പിന്നെ തൃശ്ശൂർ ജില്ല അറിയാലോ, ഏറ്റവും കടുത്ത മത്സരം നടക്കുന്ന ഒരു ജില്ലകളിൽ ഒന്നാണ് തൃശ്ശൂർ ജില്ല. അവിടെയാണ് എൻ്റെ മക്കള് ജയിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ശരിക്കും നമുക്കൊരു ആത്മവിശ്വാസം തന്നെയാണ് സ്റ്റേറ്റ് ലെവൽ മത്സരത്തിലേക്ക് പോകുമ്പോൾ. എന്തായാലും നിങ്ങളുടെ പെർഫോമൻസിന്റെ ചെറിയൊരു പോർഷൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം, നമുക്ക് കാണാം.
ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സ്റ്റേറ്റ് കലോത്സവത്തിൽ മാർഗംകളിയായിട്ട് പോകുന്ന കുട്ടികളാണിത്. എങ്ങനെയുണ്ട്? പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ കലോത്സവത്തിന് റെഡി ആയോ? റെഡി. ടെൻഷൻ ഉണ്ടോ? കുറച്ച് ചെറുതായിട്ട് നിങ്ങളുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടോ ഇതില്? അപ്പൊ നമുക്ക് ഇവരുടെ ഒരു പെർഫോമൻസ് നമുക്ക് ചെറിയൊരു പോർഷൻ കാണാം. 1 2 3 സ്റ്റാർട്ട്. പന്തലിൽ തേതൈ പട്ടുടൻ പാണി പുടവ പവിഴമൂത്തു മാലയും തേതൈ അലങ്കരിച്ച പന്തലിൽ വന്നുദക വേണ മാർത്തോമൻ തേതൈ അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക മാർത്തോമൻ തേതൈ അലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരെ തകർകുതി തത്താ തിമൃതത്തെ. ഏനദുറച്ചുടൻ അൻപാൽ രാജൻ ഗീതുവേഗന അവനോട് തേനൂടു പാലുമോ രുഗും നാട് തേബരി പാട്ടണ മകും ദേശം തേറിയതിങ്ങുമേ ലില്ല ഭൂമി ദൈവമിരിപ്പിട മെന്നും ചൊല്ലാം തേക്കുവടക്കൊരു പശ്ചിമദിക്ക് ആദരിച്ചമ്പോടെ വേണ്ടും കോപ്പ് കൂടിയടുപ്പിച്ചോ ഒരാളോടേകി കൂടി നിരൂപിച്ചു വേണ്ടും പോലെ മാത്രയൊഴിയാതെ ചെറുയാലെ യാത്ര പുറപ്പെട്ടു നിർവഴി താകൃകുതിത്തെ ദഗതിത്തെ ദഗതെയ്യത്തെ. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഇപ്രാവശ്യം സ്റ്റേറ്റ് ലെവൽ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മാർഗംകളിയായിട്ട് പോകുന്ന മിടുക്കി കുട്ടികളാണ് കേട്ടോ നമ്മുടെ കൂടെ ഉള്ളത്. പ്രാക്ടീസ് ഒക്കെ ഒരു ഇതായോ? നമ്മള് കലോത്സവത്തിന് പോകാൻ നിൽക്കുകയാണ്. ലാസ്റ്റ് ഡേയ്സ് ആയി. അപ്പോ എന്താണ്, എല്ലാം റെഡി ആണോ? സെറ്റ് ആയിട്ടിരിക്കുകയാണോ? ആണല്ലേ. നമ്മള് സ്റ്റേറ്റ് ലെവൽ കലോത്സവത്തിൽ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഹയർ സെക്കൻഡറി എന്ന് പറയുമ്പോൾ പലരും അവസാന വർഷം ആയിരിക്കും അല്ലേ? അപ്പൊ കലോത്സവത്തിന് മുമ്പും പോവാറുണ്ടോ? എങ്ങനെയാണ്? പോവാറുണ്ട്. പ്ലസ് ടു കാരും ഉണ്ടല്ലേ ഇതില്? അപ്പൊ നമ്മൾ ഈ കലോത്സവം എന്ന് പറയുമ്പോൾ ഹയർ സെക്കൻഡറിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പേർക്ക് ഇത് അവസാനം ഇതായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ലാസ്റ്റ് ഇത് എൻജോയ് ചെയ്യുന്ന ഒരു തത്രപ്പാടിലൊക്കെ ആയിരിക്കും. പ്ലസ് ടു ആണോ? പ്ലസ് 2. അപ്പൊ ഇത് കലോത്സവം ഇതോടുകൂടി തീരുകയാണല്ലേ? വിഷമമുണ്ടോ? കുറച്ച് നമ്മള് ഇപ്രാവശ്യം പോകുമ്പോ എങ്ങനെയുണ്ട്? കലോത്സവത്തിന് പോകുമ്പോൾ മാർഗംകളി എന്നൊക്കെ പറയുമ്പോൾ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആണല്ലോ ഓരോ പ്രാവശ്യം പോകുമ്പോഴും. അപ്പോ അതിൻ്റെതായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ? കൈകൾ പഠിച്ചിട്ടുണ്ടല്ലേ? നമുക്ക് കപ്പ് പിടിച്ചെടുക്കാനുള്ള കുറെ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടില്ലേ? അല്ലേ? അപ്പൊ നമ്മള് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ആ ഒരു സ്റ്റേറ്റ് കലോത്സവം വന്നത്. അപ്പൊ അത് കാരണം തന്നെ സുഖമായല്ലേ? അപ്പൊ ആർക്കെങ്കിലും കൊടുക്കുവോ? ഇല്ലില്ല, നമുക്ക് തന്നെ. അപ്പൊ അതാണ്. മലയാളം കവിതാ രചനയിൽ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുക്കാൻ നിൽക്കുകയാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് അല്ലേ? ഹൈസ്കൂളാണ്. എന്താ മോളുടെ പേര്? ഹംന ഫാത്തിമ. ഹംന മുൻപ് മത്സരിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് കവിതാ രചനയ്ക്ക് തന്നെയാണോ പോവാറ്? അതോ കവിതാ രചനയ്ക്ക് മലയാളം തന്നെ? എങ്ങനെയുണ്ട് പൊതുവിലെ കലോത്സവത്തിലെ കവിതാ രചന? കവിത എഴുതാനിരിക്കുമ്പോ കുറെ ഐഡിയാസ് വരാറുണ്ടോ? വരും. ആ സമയത്ത് അങ്ങനെ വരും അല്ലേ? ടോപ്പിക് ഒക്കെ തരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലേക്ക് കുറെ ഐഡിയാസ് വരും. പിന്നെ അത്യാവശ്യം ടൈം ഉണ്ടല്ലോ, 2.5 hours ഒക്കെ കിട്ടലുണ്ട്. പിന്നെ പ്രാക്ടീസ് ഒക്കെ ചെയ്യലുണ്ടോ ഇപ്പൊ? പ്രാക്ടീസ് നമ്മൾ ജസ്റ്റ് കവിതകൾ റിഫർ ചെയ്യും. പിന്നെ ആ ടൈമിൽ കിട്ടുന്ന ടോപ്പിക് അനുസരിച്ച് എഴുതുള്ളൂ. അപ്പൊ നമ്മള് എന്തായാലും സ്റ്റേറ്റ് ലെവലിൽ മത്സരം വരെയാണ്. കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് മത്സരിക്കാൻ പറ്റട്ടെ, നന്നായിട്ട് കവിത എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഹൈസ്കൂൾ കോൽക്കളി വിഭാഗത്തില് നമ്മുടെ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാനിരിക്കുന്ന കുട്ടികളാണ് നമ്മുടെ കൂടെയുള്ളത്. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. എങ്ങനെയുണ്ട്? മത്സരം അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രാക്ടീസ് ഒക്കെ എവിടെ വരെ എത്തി? നല്ല പ്രാക്ടീസാ. എല്ലാവരും അടിപൊളിയായിട്ട് പ്രാക്ടീസിനൊക്കെ നിൽക്കുന്നുണ്ടോ? ഓവർ ടൈം ഒക്കെ നിന്നിട്ട് നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്യല്ലേ? വാശിയോടുകൂടി പ്രാക്ടീസ് നടക്കുന്നുണ്ടോ? നിങ്ങൾ കലോത്സവത്തിന് മുമ്പ് പങ്കെടുക്കാറുണ്ടോ? അത് ആദ്യമായിട്ടാണോ? മിക്കവരും ഫസ്റ്റ് ടൈമാ. 4 പേര് അത്ര കഴിഞ്ഞ 4 പേര് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയേഴ്സ് ഉണ്ട്, ബാക്കിയുള്ളവർ പുതിയ ആളുകളാണ്. എന്നിട്ട് എല്ലാവരും അപ്പോൾ കലോത്സവത്തിന് പോകാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലൊക്കെ ഇരിക്കുകയാണല്ലേ? അപ്പൊ നമ്മള് ഇപ്രാവശ്യം മത്സരിച്ച് ജയിച്ച് നമുക്ക് കപ്പ് തൃശ്ശൂരിന് തന്നെ നിലനിർത്തണ്ടേ? അതെ. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ കോൽക്കളിയുടെ ചെറിയൊരു പോർഷൻ നമുക്ക് കണ്ടാലോ? ഓക്കെ.
തുടർച്ചയായിട്ട് ഇതാ 3-ാം വർഷവും നാടോടി നൃത്തത്തിൽ മത്സരിക്കുന്ന ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. പേരെന്താ? ശ്രീയ. ശ്രീയ ഹൈസ്കൂൾ വിഭാഗത്തിൽ കഴിഞ്ഞ 2 വർഷം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹയർ സെക്കൻഡറിക്ക് വേണ്ടിയിട്ടാണ് ഇത്തവണ പോകുന്നത് അല്ലേ? നാടോടി നൃത്തം പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാൻ 1-ാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട്. 9-ാം ക്ലാസ് മുതലാണ് സ്റ്റേറ്റ് പോകാൻ തുടങ്ങി. കലോത്സവത്തിന് സ്ഥിരമായിട്ട് പോകുന്ന ആളാണ്. സ്റ്റേറ്റ് കലോത്സവത്തിന് തന്നെ 3-ാം പ്രാവശ്യം പോവാണ്. അപ്പോൾ കലോത്സവത്തെ പറ്റി എങ്ങനെയുണ്ട് കലോത്സവം? അടിപൊളിയാണ്. ചില നേരത്ത് കുറച്ച് വിഷമാണ്, അൺഫെയർ ജഡ്ജ്മെന്റ് ഒക്കെ ആകുമ്പോൾ. ഇപ്രാവശ്യം നല്ല ജഡ്ജ്മെന്റ് ആയിരുന്നു, സന്തോഷം. അപ്പൊ നമ്മളിപ്പോ വീണ്ടും ഒരു കലോത്സവം വരികയാണ്. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പ്രാക്ടീസ് ഒക്കെ ഒക്കെ നടക്കുന്നുണ്ട്. മാഷ് വരുന്നുണ്ട്. ഇപ്പൊ മിനുക്ക് പരിപാടിയിലാണ്. മാഷ് പഠിപ്പിച്ചു തരുന്ന മാഷിന്റെ പേരെന്താ? അരുൺ നമ്പലത്ത് ആനന്ദപുരത്തുള്ള മാഷാണ്. ആള് കുച്ചിപ്പുടിയും എന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ക്ലാസ് ടീച്ചറാണല്ലേ? മാഷ് എങ്ങനെയുണ്ട്? അവിടെ പഠിക്കുന്ന കാര്യം മാറ്റി നിർത്തിയിട്ടാണല്ലോ. കലോത്സവം എന്ന് പറയുമ്പോൾ പഠിപ്പിനെ കുറച്ച് നേരം മാറ്റിയിട്ട് വേണമല്ലോ പ്രാക്ടീസും കാര്യങ്ങളായിട്ട് പോകാനായിട്ട്. അപ്പൊ രണ്ടും കൂടി ബാലൻസ് ചെയ്ത് പോകുന്ന ആളാണോ? പിന്നല്ലാതെ ശ്രീയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറാണ്. അതായത് ക്ലാസ്സിലെ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു 2-3 എടുത്തു കഴിഞ്ഞാൽ അതിലൊരാൾ ശ്രീയാണ്. അപ്പോൾ പഠിപ്പിൻ്റെ ഒപ്പം തന്നെ ഈ കലാപരമായിട്ടുള്ള പരിപാടികൾ കൊണ്ടുനടക്കുന്നതാണ് ഇവരെ ഹൈലൈറ്റ്. അതുകൊണ്ട് ശ്രീയ നമ്മുടെ സ്റ്റാറാണ്. ഇപ്പോൾ ഞങ്ങൾ പാരൻസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. ഫുൾ ഹാപ്പിയാണ്. അടുത്ത കലോത്സവം വരുമ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ഞങ്ങൾ തകർക്കും. ഞങ്ങളുടെ സ്കൂൾ ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാത്തിനും ഒപ്പമുണ്ട്. ശ്രീയരെ എല്ലാവിധ കാര്യത്തിലും ബാക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് സ്കൂൾ PT സ്റ്റാഫ് എല്ലാവരും ഉണ്ട്. അപ്പൊ ശ്രീയക്ക് എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി ഈ കലോത്സവത്തിൽ അടിപൊളിയാവട്ടെ. ഇനി ഒരു വർഷം കൂടെ ഉണ്ട്, അടുത്ത വർഷം അതിലും പോകണം അല്ലേ? നമ്മൾ അങ്ങനെ ഫുൾ കലോത്സവം ഫുൾ പാക്ഡ് ആണ് നമുക്ക്. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ HM കിരൺ മാഷാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മള് കലോത്സവത്തിന് വരവേറ്റുകൊണ്ടിരിക്കുകയാണല്ലേ? അപ്പൊ നമ്മള് കലോത്സവം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്ന് മത്സരത്തിന് സ്റ്റേറ്റ് ലെവൽ കലോത്സവത്തിന് പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ് അവസാന റാപ്പ് മത്സര പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് സ്കൂളിലെ പരിശീലനം? മാഡം, ഞങ്ങൾ കഴിഞ്ഞ വർഷം സംസ്ഥാന കലോത്സവം തിരുവനന്തപുരത്ത് അരങ്ങേറിയപ്പോൾ നമ്മുടെ വിദ്യാലയമായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും അധികം പോയിന്റ് നേടിയ വിദ്യാലയം. അങ്ങനെ തൃശ്ശൂരിൻ്റെ സ്വർണ്ണ കപ്പിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഹൈസ്കൂളിലെ HM കിരൺ KS. ഹൈസ്കൂളിലെ നമ്മുടെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ സിജീഷ് മാഷാണ്. അദ്ദേഹത്തിൻ്റെ 2 നാടകങ്ങളാണ് കഴിഞ്ഞ വർഷം അരങ്ങേറിയത്. മലയാള ഹയർ സെക്കൻഡറി നാടകവും അതുപോലെ തന്നെ അറബി ജില്ലാ ഹൈസ്കൂൾ നാടകവും. ഈ വർഷവും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം രചിച്ച മലയാളത്തിൽ രചിച്ച് നമ്മുടെ അറബിക് ടീച്ചേഴ്സ് തർജ്ജമ ചെയ്ത അറബിക് ഹൈസ്കൂൾ നാടകം ഈ വർഷവും നമ്മുടെ അരങ്ങേറുന്നുണ്ട്. അദ്ദേഹം ഇന്ന് ലീവാണ്, പേഴ്സണൽ കാരണം ലീവാണ്. അതുപോലെ തന്നെ നമ്മുടെ അൺഎയ്ഡഡ് പ്രിൻസിപ്പാൾ സൈത്ത് മാഷ് ഞങ്ങളുടെ മുൻ പ്രിൻസിപ്പാളാണ്. അദ്ദേഹം ഞങ്ങൾക്ക് വളരെയധികം ആവേശം തരുന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹം ഇന്ന് ലീവാണ്. പിന്നെ നമ്മുടെ ഡെപ്യൂട്ടി HM ബിന്ദു ടീച്ചർ, മറ്റ് അധ്യാപകർ. ഹൈസ്കൂൾ വിഭാഗത്തിന് രശ്മി ടീച്ചർ, സൈദിൽ മാഷ് 2 പേരാണ് നയിച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ചാർജുള്ള പ്രദീപ് മാഷാണ്. മാഷ് ഗിരീഷ് മാഷാൻ്റെ അധ്യാപകരൊക്കെ അവിടെ ഉണ്ട്. എല്ലാവരുടെയും ഇവിടുത്തെ PTA മാനേജ്മെൻറ്റ് സ്റ്റാഫ് കഠിനാധ്വാന ഫലമായിട്ടാണ് നമുക്ക് ഈ വലിയ നേട്ടങ്ങളൊക്കെ നേടാൻ സാധിക്കുന്നത്. ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്ന് 50 കുട്ടികളാണ് പങ്കെടുക്കുന്നത്. 7 ഐറ്റങ്ങളാണ്. അതായത് ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 3 ഐറ്റവും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് 4 ഐറ്റവും. ഹൈസ്കൂളിൽ നിന്ന് വരുന്നത് മലയാള കവിതാ രചന, അതേപോലെ തന്നെ കോൽക്കളി, അറബിക് നാടകം. ഹയർ സെക്കൻഡറി പ്രതിനിധീകരിച്ചുകൊണ്ട് മാർഗം കളിയുണ്ട്, മലയപുലയാട്ടുണ്ട്, ദഫ്മുട്ടുണ്ട്, അതുപോലെ തന്നെ നാടോടി നൃത്തമുണ്ട്. നാടോടി നൃത്തം അവതരിപ്പിച്ച കഴിഞ്ഞ വർഷവും
സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടിയാണ്. അപ്പോൾ ഈ വർഷം 50 കുട്ടികളും 7 ഐറ്റം ആയിക്കൊണ്ട് വളരെയേറെ പ്രതീക്ഷയോടെയാണ് നമ്മുടെ ടീം തയ്യാറായിട്ടുള്ളത്. അതിനുള്ള വലിയ കഠിന പരിശ്രമം നാളുകളോളം നമ്മുടെ സ്റ്റാഫ് അംഗങ്ങളും കുട്ടികളും കൂടി ചെയ്തിട്ടുണ്ട്. എത്രയോ ശനിയും ഞായറും വൈകുന്നേരങ്ങളും ഒക്കെ നമ്മുടെ കുട്ടികളും നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ പരിശീലകരും ഒക്കെ ആയിട്ട് വലിയൊരു തീവ്ര പരിശീലനം നമ്മുടെ വിദ്യാലയത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ TCയുടെ ഒക്കെ വലിയ പിന്തുണയും സഹായവും എന്നും നമ്മുടെ വിദ്യാലയത്തിനുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും ടീച്ചേഴ്സിന്റെയും അതുപോലെ പാരന്റ്സിന്റെയും വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഒരു ഫലമാണല്ലോ. രക്ഷിതാക്കളെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. രക്ഷിതാക്കളിൽ നിന്നുള്ള വലിയ സഹകരണമാണ് നമുക്ക് ലഭ്യമാകുന്നത്. നമ്മുടെ ഓരോ ടീമിനെയും തയ്യാറാക്കി എടുക്കുന്നതിനുള്ള സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിയാലും നമ്മുടെ ഓരോ ടീം പോകുമ്പോഴും അതിൻ്റെ ഒപ്പം നമ്മുടെ രക്ഷിതാക്കൾ ഒപ്പം ഉണ്ടാവും. രക്ഷിതാക്കളുടെ വലിയ പിന്തുണയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ PTA വലിയ പിന്തുണയാണ് നമുക്ക് കിട്ടുന്നത്. PTA പ്രസിഡന്റ് CP ദീപ്ലാൽ അവർക്കലാണ്. അദ്ദേഹം പേഴ്സണൽ കാരണം കൊണ്ട് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് നമ്മുടെ ഡോക്ടർ KC പ്രകാശൻ ഡോക്ടർ ആണ് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെയും വളരെ വലിയ പിന്തുണയാണ് വിദ്യാലയത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ഒരു സപ്പോർട്ടോടു കൂടി 50ഓളം കുട്ടികളാണ് ഇപ്രാവശ്യം സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്കൂളാണ്. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഇപ്രാവശ്യം തൃശ്ശൂർ ജില്ലയിൽ തന്നെ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും അറബി നാടകത്തിൽ മത്സരിക്കാനായിട്ട് സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കാനായിട്ട് തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ കുട്ടികൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം? തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞാ? ഈ കലോത്സവത്തിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോ നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണല്ലേ? കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഫൈനൽ ഒരു ടച്ചപ്പ് കൊടുക്കാനുണ്ടല്ലേ? നിങ്ങളുടെ നാടകം എഴുതിയത് നമ്മുടെ സ്കൂളിലെ തന്നെ പ്രിൻസിപ്പൾ ആണല്ലേ? ശ്രീജിഷ് മാഷാണ്. അതിനെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് സാദിഖ് മാഷ്, ഞങ്ങളുടെ അറബിക് അധ്യാപകരായ സാദിഖ് മാഷ്, ഹനീൻ മാഷ്, പിന്നെ ഫൗസി ടീച്ചർ, സെക്യൂരിറ്റി ടീച്ചറാണ്. അപ്പൊ നിങ്ങളിത് ഇങ്ങനെ നമ്മുടെ സ്കൂളിന്റെ തന്നെ ഒരു പ്രൊഡക്ഷൻ ആണ്. അപ്പോ മുൻപും നിങ്ങൾ മത്സരിച്ചിട്ടില്ലേ? അറബി നാടകം സ്കൂളിൽ നിന്ന് പോവാറുണ്ടല്ലേ? രണ്ടാമത്തെ പ്രാവശ്യമാണ് സ്റ്റേറ്റിന്. 2ാം തവണ അറബി നാടകത്തിൽ സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കാനായിട്ട് പോവാണ്. അപ്പൊ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ അവസാന ലാപ്പിൽ നിൽക്കുകയാണ്. സ്റ്റേറ്റ് കലോത്സവത്തിൽ 2ാം തവണ പോകുന്നു. അപ്പൊ വീണ്ടും നമുക്ക് ഇപ്രാവശ്യം സ്റ്റേറ്റിൽ പോകാൻ പറ്റിയതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരിക്കും. മാത്രമല്ല തൃശ്ശൂർ തന്നെയാണല്ലോ മത്സരം. അപ്പൊ അതിന്റെ ഒരു പ്രത്യേക സന്തോഷല്ലേ? ഈ ഒരു തൃശ്ശൂർ തന്നെ നടക്കുമ്പോ കപ്പ് ഇപ്രാവശ്യം നമുക്ക് തന്നെ എടുക്കുന്ന ഒരു വാശിയും കൂടെ ഉണ്ടാവും അല്ലേ? ചെറുതായിട്ടുണ്ട്. ആ വാശിയുടെ പുറത്ത് അങ്ങനെ ഭയങ്കര പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കാവല്ലോ. രാപ്പകൽ പ്രാക്ടീസ് നീളുന്നുണ്ടോ? അതൊക്കെ ഉണ്ട്. എത്ര മണി വരെയൊക്കെ പ്രാക്ടീസ് പോവും? നമ്മളെ വൈകിട്ട് ഈവനിങ് ക്ലാസ്സിന് തുടങ്ങും അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ കഠിനമായ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2ാം തവണയും സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കാൻ പോവാണ് അറബി നാടക മത്സരത്തില് ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ കുട്ടികൾ. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി ദഫ്മുട്ടിൽ മത്സരിക്കാനായിട്ട് റെഡി ആയിരിക്കുന്ന കുട്ടികളാണ്. എങ്ങനെയുണ്ട്? നമ്മുടെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് മത്സരത്തിന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ റെഡി അല്ലേ? സെറ്റ് അല്ലേ? കപ്പടിക്കില്ലേ? നമ്മള് സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കുമ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് മുൻപ് മത്സരിച്ചിട്ടില്ലേ? കഴിഞ്ഞ കൊല്ലം സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുണ്ട്. ഇപ്രാവശ്യം 2ാം തവണ പോവാണല്ലേ അടുപ്പിച്ച്. അപ്പോ ഇത്തവണ പോകുമ്പോൾ നമുക്കൊരു കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ പോയതല്ലേ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടോ? ആ കോൺഫിഡൻസിന്റെ പുറത്ത് അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കപ്പ് അടിച്ചെടുക്കണം എന്നുള്ള വാശിയിലാണ്. മത്സരം ഇങ്ങനെ കുറച്ച് കടുപ്പാണല്ലോ. ഓരോ ലെവൽ കഴിയും തോറും കടുപ്പം കൂടിക്കൊണ്ടിരിക്കില്ലേ? അപ്പൊ ഇങ്ങനെ സ്റ്റേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ നല്ല കടുപ്പമേറിയിട്ടുള്ള മത്സരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് കുറച്ചുകൂടെ കൂടുതൽ പ്രാക്ടീസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ആരാ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത്? ആരാ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ ദഫ്മുട്ടിന്റെ പെർഫോമൻസ് പഠിച്ചു വെച്ചിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് കുറച്ചൊരു പോർഷൻ കാണിച്ചു തരാം. ഓക്കെ. Allah Hu Allah Allah Madihi Linnabi Li Rahma Hu Allah 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 Hu Allah Allah Hu Allah Allah
ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഇത്തവണ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ശരിക്കും നമുക്ക് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വലിയൊരു പോയിന്റ് നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി നേടിത്തരാൻ കഴിയുമെന്നുള്ള ഒരു പ്രത്യാശയിലാണ് കുട്ടികളും അധ്യാപകരും എല്ലാവരും ഉള്ളത്. നമുക്കും ആശംസകൾ അറിയിക്കാം. TCV കലാപൂരം ഇന്ന് എത്തി നിൽക്കുന്ന ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിശേഷങ്ങളാണ് കണ്ടത്. നമുക്കിനി മറ്റു വിശേഷങ്ങൾ കാണാം മറ്റ് സ്കൂളുകളിൽ നിന്നും. TCV കലാപൂരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാടു, കർണാടക. അക്വില ഫിനാൻസ് ലിമിറ്റഡ്, ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ, ചൊവ്വൂർ. കേരള പെയിന്റ്സ്, കളേഴ്സ് ഓഫ് കെയർ. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, തൃശൂർ. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. ഡോക്ടർ സ്മിതാസ് MIHMS സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതി, പാട്രായിക്കൽ, തൃശൂർ.